കടുക്കനിട്ട പെണ്ണ് പോയി കഴിഞ്ഞാൽ കമലുള്ള പെണ്ണിനെ കിട്ടുമെന്ന് അണ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട്. കൊള്ളായിരുന്നു, നല്ല മൂവിയാണ്, നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള മൂവിയാണ്. മമതയുടെ അഭിനയവും അല്ല സൂര്യയുടെ അഭിനയം എല്ലാം ഓക്കെയാണ്, 100% ഓക്കെയാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, നമുക്ക് ആദ്യത്തെ ആ ഒരു ഫ്ലോ ഇല്ലേ, രണ്ടാമത് നശിപ്പിച്ച് കളഞ്ഞു. വിശ്വംഭരൻ എന്ന അത് രാമചന്ദ്രനോ ഇതുള്ള ഒരു പേരുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മാസ് കാണാനായിട്ട് ആരും വേണ്ട, ക്ലാസ് മൂവിയായിട്ട്, അതെ ക്ലാസ് മൂവിയായിട്ട്. പിന്നെ എൻ്റെ ഒരു ഇതിൽ ആവറേജാണ്. പിന്നെ നമ്മളെ മലയാളത്തിലെ മമിത എന്തായാലും പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കിട്ടില്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണണം. ഓക്കെ, സൂര്യയുടെ പെർഫോമൻസ് കിടിലാണ്, നല്ല പെർഫോമൻസ്. സൂര്യ അടിപൊളിയാണ്. പിന്നെ ഒരു വർഷത്തിൽ 2 പടം ചെയ്യുന്ന ഒരു സൂര്യയ്ക്ക് പറ്റിയൊരു സ്റ്റോറിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു OTT സ്റ്റഫ് പോലെയെന്ന് തോന്നി. സൂര്യയിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് റോൾസ് അല്ലെങ്കിൽ ആക്ഷൻ, ഇത് രണ്ടുമല്ല. ഒരു ഫാമിലി ഡ്രാമയാണ്. അത്രത്തോളം സൂര്യയ്ക്ക് പെർഫോമൻസ് ചെയ്യേണ്ട ഒരു സ്പേസും ഇതിലില്ല. ആഫ്റ്റർ ലക്കി ഭാസ്കർ വെങ്കി സാർ നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് മമ്മിതയുടെ ഒരു പെർഫോമൻസ്? ഞാൻ ലിറ്ററലി മമിതയുടെ ഫാനായി, ഞാൻ സൂര്യ ഫാനാണ്. ബിക്കോസ് മാഡിയുടെ ഫാനായി. മമിതയുടെ പെർഫോമൻസ് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ പ്രതീക്ഷയിൽ ഒരു മേളിലാണ് നിൽക്കുന്നത്. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. മ്യൂസിക് കൊള്ളാം, എല്ലാം കൊള്ളാം, എല്ലാവരുടെ ആക്ടിങ്ങും കൊള്ളാം. സെക്കൻഡ് പാർട്ട് കുറച്ച് ഇമോഷണൽ മോഡാണ്, പക്ഷെ എന്നാലും നല്ല സ്റ്റോറിയാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. ഇതൊരു ചെയ്തതിൽ വെച്ച് തമിഴിൽ മമിതയുടെ നല്ലൊരു മൂവിയാണ്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ രണ്ടുപേരുടെ കോമ്പിനേഷൻ എല്ലാം ഒരു പക്ക തിരുവോണ ബമ്പർ സൂര്യയാണെൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സൂര്യയുടെ ഒരു തമിഴ് സിനിമ മലയാളികൾക്ക് ഒരു തിരുവോണ സദ്യ നൽകിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. സൂപ്പർ പടം, ഒരു പക്ക ഫാമിലി പടം. സൂര്യയുടെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളി അഭിനയത്തിൻ്റെ കാര്യത്തിൽ കിടിലുമാണ്. അതേപോലെ മമിതയായാലും രാധികയായാലും അവർ രണ്ടുപേരെയും കോംബോ അടിപൊളി. പടം ഫസ്റ്റ് ഹാഫ് വരെ കോമഡി എന്ന് പറഞ്ഞാൽ കിടിലം കോമഡിയാണ്, ഒരു പക്ക ഫാമിലി പടം. മ്യൂസിക്കൊക്കെ അടിപൊളി, ജി പ്രകാശ് അടിപൊളി ചെയ്തിട്ടുണ്ട്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം, ഫൈറ്റ്, ഡാൻസ് ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇതാണ് പ്രശ്നം, സെക്കൻഡ് ഹാഫ് നശിപ്പിച്ച് കളഞ്ഞു. നമ്മുടെ ഈ തെലുങ്ക് ഫാമിലി ഓഡിയൻസിൽ നിന്നും, അതായത് തെലുങ്ക് സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫാമിലി പടം ഉണ്ടല്ലോ, ആ ഒരു ഇമ്പാക്റ്റ് ചെയ്തിൽ കിട്ടും. നല്ല ഡീസൻറ്റ് മൂവി. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്നല്ല, എന്നാലും കൊള്ളാം. അങ്ങനെ പടത്തിൻ്റെ സൈഡിൽ നിന്ന് മോശമായിട്ടൊന്നുമില്ല.